നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സസൈസ് നമ്പർ അതായത് SSM പ്രോബ്ലംസ് എന്നുള്ളതിൻ്റെ അത് എക്സസൈസ് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ ചെയ്യിപ്പിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യൻ സെയിൽസ് റേഷ്യോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 5 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ ഈ മോഡലായിരുന്നു. സെയിൽസിൻ്റെ ഡേറ്റ ഡയറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ സെയിൽസ് റേഷ്യോ വേറെ രീതിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. എ കമ്പനി വാസ് ഇൻകോർപ്പറേറ്റഡ് ഓൺ 1st August 2017 to take over the business from 1/4/2017. അതായത് 1/4/2017 എന്നുള്ളത് ഡേറ്റ് ഓഫ് പർച്ചേസും ഇൻകോർപ്പറേറ്റ് ചെയ്തത് 1/8/2017 എന്നുള്ള ഡേറ്റിലുമാണ്. അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റാണ് 31/3/2018. അത് എന്തിനു വേണ്ടിയിട്ടാണ് തന്നേക്കുന്നത്? ഏത് റേഷ്യോയ്ക്കായിരിക്കും പറഞ്ഞു നോക്കിയേ? ടൈം റേഷ്യോയ്ക്ക് ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ടൈം റേഷ്യോ കണ്ടുപിടിക്കാം. ടൈം റേഷ്യോ ഡേറ്റ് ഓഫ് പർച്ചേസും ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷനും നമുക്ക് അറിയണം. ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് 1/4/2000 അത് വേണമെന്ന് എഴുതിയേക്കാം. ഡേറ്റ് ഓഫ് പർച്ചേസ് പിന്നെ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഡേറ്റ് ഓഫ് പർച്ചേസ് 1/4/2017 പർച്ചേസ് ചെയ്തു. ഇൻകോർപ്പറേറ്റ് ചെയ്ത് 1/8/2017. അപ്പം ടൈം റേഷ്യോ എന്ന് പറയുന്നത് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് ഈസ്റ്റ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് ആണ്. അപ്പോൾ പ്രീയുടെ മാസം എന്ന് പറയുന്നത് എത്രയാണ്? 4, 5, 6, 7. 8 8ൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് 4 മാസം. 4:12 മാസമാണല്ലോ. 12 മാസത്തിൽ നിന്ന് 4 മാസം പോയാൽ പിന്നെ എത്രയുള്ള 4 months ആട്ടോ. 4 മാസം പോയാൽ എത്ര? 8. അപ്പം 1:2 എന്ന് വരും. ഇത് മനസ്സിലായല്ലോ നമ്മൾ. പിന്നെ സെയിൽസ് റേഷ്യോയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇറ്റ് ഈസ് അസർട്ടൈൻഡ് ദാറ്റ് ദ സെയിൽസ് ഫോർ February and March 2018 are 1.5 times the average of those for the year, while those for May and June 2017 an average and only half of the average. Apportion the year's profit between pre-incorporation period and post-incorporation. ഇത് കണ്ടോ, ഇവർ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് ഫെബ്രുവരിയിലും മാർച്ചിലും 1.5-ഉം മെയ്യിലും ജൂണിലും 1/2 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ബാക്കി മാസങ്ങളിലെല്ലാം ആവറേജ്, അതായത് ആവറേജ് 1 അതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് വിശദമായിട്ട് ഇങ്ങനെ ഈ എന്താണ് 1.5 1 എന്നൊക്കെ പറയുമ്പോൾ ഡേറ്റ് ഓഫ് പർച്ചേസിൻ്റെ ആ ഒരു മന്ത് ഉണ്ടല്ലോ, ഡേറ്റ് ഓഫ് പർച്ചേസിൻ്റെ ആ ഒരു മന്ത് അതെന്ന് പറയുന്നത് ഏതാണ്? 4 എന്ന് പറയുന്നത് ഏതാ മാസം? ഏപ്രിലാണ്. അപ്പോൾ ആ ഏപ്രിൽ തൊട്ട് 1 ഇയർ നമ്മളങ്ങ് എഴുതി വെക്കുക. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. തിരിച്ച് ഇവിടെ വരണം. ഏപ്രിൽ നമ്മൾ തിരിച്ച് ഇതെങ്ങനെ എഴുതി റൗണ്ട് അടിച്ച് നമ്മൾ ഇവിടെ എത്തണം. അപ്പോൾ എവിടം വരെ എത്തണം? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പം 12 months ആയല്ലോ. 1 2 3 4 5 6 7 8 9 10 11 12 മാസമായി. അപ്പോൾ ഏപ്രിലിൽ തുടങ്ങി എന്താണ് പിറ്റേ വർഷത്തെ മാർച്ചിൽ തീർന്നു. അപ്പോൾ 1 year ആയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം എഴുതി വെക്കുക. എന്നിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന മാസങ്ങൾ നമ്മൾ നോക്കാം. ഇവർ പറഞ്ഞേക്കുന്ന മാസം നോക്കിയേ, ഫെബ്രുവരിയിലും മാർച്ചിലും 1.5 എന്നാണ് പറഞ്ഞേക്കുന്നത്. ടൈംസ് ദ ആവറേജ് ഓഫ് ദോസ് ഫോർ ദ ഇയർ. അപ്പം ബാക്കിയുള്ള വർഷത്തിലെ ആവറേജ് ബാക്കിയുള്ള മാസത്തിലെ ആവറേജ് നോക്കിയിട്ട് ഈ മാസത്തിൽ 1.5 കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫെബ്രുവരി ആൻഡ് മാർച്ചിലും 1.5. അപ്പോൾ ഫെബ്രുവരി എന്ത് ചെയ്യും? ഫെബ്രുവരിയിലും മാർച്ചിലും 1.5. അതായത് 1.5 എത്രയാണ്? 1.5. ഫെബ്രുവരിയിലും മാർച്ചിലും 1.5 പറഞ്ഞു. പിന്നെ while those for May and June only half of the average. ഹാഫ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/2. മെയ്യിലും ജൂണിലും 1/2. മെയ്യിലും ജൂണിലും 1/2. ഇത്ര മനസ്സിലായോ? ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം ആവറേജ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ മാസങ്ങളിൽ അവർ എടുത്തു പറഞ്ഞു ഫെബ്രുവരിയിൽ 1.5 ആണ്, മാർച്ചിലും 1.5 ആണ്, മെയ്യിൽ 1/2 ആണ്, ജൂണിൽ 1/2 ആണെന്ന് പറഞ്ഞു. ബാക്കി എല്ലാ മാസങ്ങളിലും നോർമലായിട്ട് ആവറേജ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത്ര നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ് ഓഫ് പർച്ചേസ് തൊട്ട് ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വരെയുള്ള പീരീഡ് ഉണ്ടല്ലോ, അതായത് 1/8 വരെ
ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് എത്ര മാസമാണ്? ആദ്യത്തെ 4 മാസമാണ്. ഈ ആദ്യത്തെ 4 മാസം നമ്മൾ നോക്കുക. ഈ 4 മാസം, ബാക്കിയുള്ള ഈ മാസം എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് ആണ്. അപ്പോൾ ആദ്യത്തെ 4 മാസം, ഇത് 4:8 എന്നാണല്ലോ, 4:8. അപ്പോൾ ഈ 4 months is to 8 months എന്നുള്ള രീതിക്കാണ് നമ്മൾ പ്രീയും പോസ്റ്റിനെ വേർതിരിക്കണം. മൊത്തം മാസം എഴുതിയതിൻ്റെ അത് എത്ര വരെയാണ് പ്രീയ്, എത്രയ്ക്ക് ശേഷമാണ് പോസ്റ്റ് എന്ന് നോക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ എന്താണ് 4 മാസം, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ഓഗസ്റ്റ് ഇല്ല, ഓഗസ്റ്റ് 1 അപ്പോൾ ഓഗസ്റ്റ് ഇല്ല, അതുകൊണ്ട് ജൂലൈ വരെ ഇങ്ങനെ നമ്മളൊരു വരയിട്ട് വെച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രീ ഇൻകോർപ്പറേഷൻ ആണ്. മനസ്സിലായില്ലേ? ഇതെന്ന് പറയുന്നത് പോസ്റ്റിംഗ്, ഇവിടെ ഉണ്ട്, ഇവിടെ നിന്ന് പറയുന്നത് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ ആണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം 1 1 2 2 1 3 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 3:9. ഇതിനെ വെട്ടുമ്പോൾ 1:3. ഇതാണ് സെയിൽസ് റേഷ്യോ. അപ്പം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം ടൈം റേഷ്യോയും സെയിൽസ് റേഷ്യോയും കിട്ടി. ഇനി നമ്മുടെ ബാക്കി സാധാ ചെയ്യുന്ന പോലെ നമ്മൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഫോർ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് ആൻഡ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് നമ്മുടെ വെർട്ടിക്കൽ ഫോർമാറ്റിൽ വരച്ച് ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ക്വസ്റ്റിനാൽ അതിന് മുമ്പത്തെ ഓപ്പണിംഗ് സ്റ്റോക്കും പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ മതി? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഗ്രോസ് പ്രോഫിറ്റ് എഴുതുക. ടോട്ടൽ റവന്യൂ അത് തന്നെ, വേറെ ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ എക്സ്പെൻസസ് എല്ലാം എഴുതുക, ടോട്ടൽ ചെയ്യുക. പിന്നെ ടോട്ടൽ റവന്യൂവിൻ്റെ അകത്തുനിന്ന് ടോട്ടൽ എക്സ്പെൻസസ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ സെയിൽസ് റേഷ്യോ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം വേറെ ഒന്നുമില്ല, ഡേറ്റ് ഓഫ് പർച്ചേസ് മുതൽ നമ്മളങ്ങ് എഴുതി പോവുക. ഡേറ്റ് ഓഫ് പർച്ചേസ് മുതൽ നമ്മൾ ആ 1 year കംപ്ലീറ്റ് ചെയ്യുന്നോടം വരെ നമ്മൾ തിരിച്ച്, പിന്നെ ഏപ്രിൽ ഇവിടെ വരേണ്ട കാര്യമില്ലോ, മാർച്ച് കൊണ്ട് തീർന്നല്ലോ. അപ്പം മാർച്ച് വരെ നമ്മൾ എഴുതുക. ഏപ്രിൽ ടു മാർച്ച് ഫുൾ ഒരു വർഷം 12 മാസം എണ്ണി അങ്ങ് എഴുതുക. ഏപ്രിൽ തൊട്ട് 12 വരെ എണ്ണി അങ്ങ് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവർ പറയുന്നതിന് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം ഒന്നെന്ന് എന്താണ്, 1 ആവറേജ് എന്ന് ഉദ്ദേശിക്കുന്ന 1 ആണ്. ആ 1ഉം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പ്രീയുടെ പീരീഡ് എത്രയാണോ അതൊരു ഒന്ന് വേർതിരിച്ചു. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടിയെടുത്തു. പോസ്റ്റിൻ്റെ പീരീഡ് എവിടെ തൊട്ടാണോ അതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തെടുത്തു. അപ്പം 3:9 കിട്ടി. അപ്പം 3:9. അപ്പം 1:3 കിട്ടി. അപ്പം ടൈം റേഷ്യോയുടെ ഡീറ്റെയിൽസ് തന്നതിന് ശേഷം ഒരു P&L അക്കൗണ്ടാണ് തന്നേക്കുന്നത്. P&L അക്കൗണ്ട് തന്നേക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ഐറ്റംസും ഏതിൻ്റെ ബേസിലാണ് വീതിക്കുന്നതെന്നൊക്കെ നോക്കുക. അപ്പം നമ്മുടെ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വരയ്ക്കുമ്പം ഏറ്റവും ആദ്യം നമ്മൾ എന്താണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൻ്റെ അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതായത് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, അതായത് സെയിൽസ്. ഈ ക്വസ്റ്റിന് സെയിൽസ് തന്നിട്ടുണ്ടല്ലോ 12 lakh. അപ്പോൾ ആ സെയിൽസിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സെയിൽസിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്താണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ്റെ അവിടെ സെയിൽസ് എന്ന് കൊടുക്കുക. പിന്നെ അതർ ഇൻകം ഈ ക്വസ്റ്റിനിൽ ഇല്ല. അപ്പം അത് അവിടെ കൊണ്ട് വരച്ച് നമ്മൾ നിർത്തുക. എന്നിട്ട് നമ്മൾ എക്സ്പെൻസസ് എഴുതുമല്ലോ. എക്സ്പെൻസസ് എഴുതുമ്പോൾ ഫസ്റ്റ് ഐറ്റമായിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വേണം എഴുതാൻ. എക്സ്പെൻസസിൻ്റെ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വേണമെങ്കിൽ തുടക്കം ഒന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ട്രേഡിംഗ് P&L ഇവിടെ ട്രേഡിംഗ് തന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇല്ല നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഈ സെയിൽസും എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ് തന്നേക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്ന് എഴുതുക. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൻ്റെ ഇവിടെ സെയിൽസ് എന്ന് എഴുതുക. ബേസിസ് സെയിൽസ് എപ്പോഴും ഏത് റേഷ്യോയിലായിരിക്കും? സെയിൽസ് റേഷ്യോയിലായിരിക്കും നമ്മൾ വീതിക്കുക. സെയിൽസിൻ്റെ ഫുൾ എമൗണ്ട് എഴുതുക, 12 ലക്ഷം. എന്നിട്ട് 12 ലക്ഷത്തിന് എന്താണ് സെയിൽസ് റേഷ്യോ 1:3 ആണ്. അപ്പം 12 lakh × 1/4 ഇവിടെ കൊടുക്കുക. അത് നിങ്ങൾ എഴുതിക്കോളാം. പിന്നെ അതർ ഇൻകംസ് റിസീവ്ഡ് ഇല്ല, അപ്പം അത് ടോട്ടൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ എക്സ്പെൻസസ് സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പെൻസസിന് ഹെഡിങ് കൊടുക്കുമല്ലോ. എന്നിട്ട് നമ്മൾ ഓരോ ഐറ്റംസ് അല്ലേ എഴുതി പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ 1 കൊടുത്തിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എഴുതണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ആദ്യം നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നത് ഈ ക്വസ്റ്റിനിൽ ഇങ്ങനെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ തന്നിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് 1,40,000 പ്ലസ് പർച്ചേസസിൻ്റെ എമൗണ്ട് എത്രയാണോ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക.
ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ ഒരു ആൻസർ നമുക്ക് കിട്ടുമല്ലോ. ആ കിട്ടുന്ന ആൻസർ നമ്മൾ ഇവിടെ കൊണ്ട് എഴുതുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയതുകൊണ്ട് ഏത് റേഷ്യോ ആയിരിക്കും? സെയിൽസ് റേഷ്യോ ആയിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടിയ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ട് എഴുതും. ആ എമൗണ്ടിനെ 1:3 എന്നുള്ള രൂപത്തിൽ നമ്മൾ വീതിച്ചു കൊടുക്കുക. 1:3 എന്നുള്ള രൂപത്തിൽ നമ്മൾ വീതിച്ചും കൊടുക്കുക. പിന്നെ ബാക്കി ഐറ്റംസ് എല്ലാം നമ്മൾ എന്താണ് ഓരോ ഹെഡിൽ കൂടെ റെൻ്റ് ആൻഡ് റേറ്റ്സ് ഏതിൻ്റെയാണ് അതർ എക്സ്പെൻസ് ഓരോന്നും എന്താണ് ആദ്യം ടെക്സ്റ്റിൽ എഴുതി വെക്കുക, ഏതിൻ്റെയൊക്കെ ബേസിലാണ് എഴുതി വെക്കുക. ഇത് പഴയ ടെക്സ്റ്റാണ് എഴുതി കിടക്കുന്നത്. അപ്പോൾ ഓരോന്ന് നമ്മൾ വീതിച്ച് എന്ത് ചെയ്യുക, ഓരോന്ന് നമ്മൾ ബാക്കി സാധാ പോലെ അപ്പോർഷൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഫോട്ടോ ഞാനിടാം, അതൊന്ന് വർക്കൗട്ട് ചെയ്യുക കേട്ടോ.